പലർക്കും ഏറ്റ മരുന്ന് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് ഏൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊരു ജ്യോതിഷിയെ സമീപിക്കാം, ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ദേവതയെ എവിടെ ഇല്ലാതെയാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ദേവതയുടെ കണ്ണ് വെട്ടിച്ച് നിങ്ങൾ എങ്ങനെ ഉപദ്രവിക്കാം എന്നുള്ളത് ആ കർമ്മി കൂടി നോക്കും അല്ലേ. ആ നോക്കുന്ന സമയത്ത് അടുത്ത പണി നിങ്ങൾക്ക് വരുമ്പോൾ ഈ ചെയ്ത പൂജ നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യില്ല. ഒരു ജ്യോതിഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരൻ ഒരു പ്രശ്നവുമായി വന്നാൽ കവടി നിരത്തിയിട്ടായിരിക്കും പറയുന്നത്. ഇപ്പോൾ സ്വാമിയെ സംബന്ധിച്ച് ഉപാസനയിലൂടെ കിട്ടിയൊരു സിദ്ധിയാണിത്. അപ്പോൾ സ്വാമിയുടെ പൂജാരീതികളും ഒരു പ്രശ്നം കണ്ടെത്തുന്നതും അതിനുവേണ്ട പരിഹാരങ്ങളൊക്കെ കണ്ടെത്തുന്നത് വളരെ വ്യത്യസ്തമായൊരു രീതിയിലാണ്. കുറച്ച് നേരത്തെ ഞാനും എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. അപ്പം അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ? എൻ്റെ രീതിയിൽ ഇപ്പം ഇതിൽ തന്നെ പല രീതിയിലും പ്രയോഗങ്ങളുണ്ട്. ഇപ്പം താങ്കൾ ഉദ്ദേശിച്ച പോലെ കബഡി നിരത്തി നോക്കുന്നവരുണ്ട്, നെല്ല് കൊണ്ട് നോക്കുന്നവരുണ്ട്, ശംഖ് കൊണ്ട് നോക്കുന്നവരുണ്ട്, നാളികേരം കട്ട് ചെയ്ത് നോക്കുന്നവരുണ്ട്, നാളികേരം തിരിച്ച് നോക്കുന്നവരുണ്ട്, അടയ്ക്ക കൊണ്ട് നോക്കുന്നവരുണ്ട്, അടയ്ക്ക പാക്ക് അതുകൊണ്ട് നോക്കും, വെറ്റില കൊണ്ട് നോക്കുന്നവരുണ്ട്, വെറ്റിലയിൽ മഷി മുത്ത് നോക്കുന്നവരുണ്ട്, എല്ലാ രീതിയുമുണ്ട്. ഞാനധികവും ചെയ്യുന്നത് ആ വ്യക്തിയെ പറ്റി ഒന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന കുറച്ച് വിവരങ്ങളുണ്ട്. നമ്മുടെ മുന്നിലൊരു ജസ്റ്റ് ഒരാൾ പാസ് ചെയ്താൽ തന്നെ ചിലപ്പം അയാളെ ഞാൻ നോക്കാറുണ്ട്. ആ നോക്കിക്കഴിഞ്ഞ് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോട് പറയാറുണ്ട്, ഇവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ മേലെ എന്തോ ഒരു മുതലുണ്ട്. കാരണം ഇതൊരു നമ്മളുടെ ഈ എന്താ പറയുക ഹിപ്നോസിസത്തിൽ പറയുന്നുണ്ട് ബോധ മനസ്സും ബോധ മനസ്സും. അപ്പോൾ ഈ ബോധ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രസൻ്റ്ലി എങ്ങനെയാണോ അതാണ്. പക്ഷേ ഈ ബോധ മനസ്സിൽ എന്തെങ്കിലും ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു ശക്തി നിയന്ത്രിക്കുന്ന ഒരവസ്ഥയെ ഞാൻ കണ്ടിട്ടുണ്ട് പല രീതിയിലും. അപ്പോൾ എൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിനെ കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ ഫോണിൽ വിളിക്കുകയാണെങ്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് കാഷ്വൽ ടോക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ചോദിക്കും, ഇന്ന ബുദ്ധിമുട്ടുകൾ ഇന്ന പ്രശ്നങ്ങളുണ്ടോ, ചെറിയ തോതിൽ മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ ഇന്ന പോലെ ചെയ്താൽ അത് മാറും എന്ന് പറയും. ഇപ്പോൾ ഒരു നാണയം ഒഴിഞ്ഞു വയ്ക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നൊരു രോഗം പറിച്ച് ഊതിക്കളയാനോ ഒക്കെ ആയിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ശിരസിൽ മൂർധാവിൽ നിന്നൊരു മുടി പറിച്ച് കളയുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ പറയുന്നത്. ഈ പറയുന്നത് കൊണ്ട് അവർക്ക് എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ തീരെ വയ്യാത്തൊരാളാണ്, ഇപ്പം നടക്കാൻ വയ്യ എന്നുള്ളൊരു വളരെ ശരീരം ക്ഷീണിച്ച ഒരാളാണെങ്കിൽ ചുമ്മാ കൈ പിടിച്ചാൽ അയാൾ എണീറ്റ് നടക്കുന്നത് കണ്ടിട്ടുണ്ട്, അനുഭവങ്ങളുണ്ട്. എൻ്റെ ഈ അവസ്ഥയിൽ തന്നെ കുഴഞ്ഞു കിടക്കുന്നവനെ ഞാൻ എണീപ്പിച്ചിട്ടുണ്ട്. അത് മരുന്ന് വേറെ തന്നെയാണ്. മരുന്ന് കൊടുക്കേണ്ടത് മരുന്ന് കൊടുക്കുക തന്നെ വേണം. അല്ലാതെ ഇപ്പോൾ ഒരു അസുഖം വന്നിട്ട് എന്നെ വിളിച്ചിട്ട് സ്വാമി എനിക്ക് അസുഖമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കാനേ ഞാൻ പറയുള്ളൂ. ഡോക്ടറെ കാണിക്കേണ്ടത് ഡോക്ടറെ കാണിക്കാൻ വേണം. പക്ഷേ ചില സമയത്ത് നമുക്ക് ഈ മെഡിസിൻ ശരീരത്തിന് ഏൽക്കാതെ വരും. നമുക്ക് എല്ലാവർക്കും ഏൽക്കുന്നപ്പം പലർക്കും ഏറ്റ മരുന്ന് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് ഏൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊരു ജ്യോതിഷിയെ സമീപിക്കാം, ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഈ ദൈവികം എന്നുള്ളൊരു അവസ്ഥനെ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആരും എത്തിപ്പെടുന്നില്ല. കാരണം അവസ്ഥ മോശമാക്കി, അതായത് എല്ലാ രീതിയിലും ഗതികെട്ട അവസ്ഥയിലാണ് ആളുകൾ പിന്നീട് കൊണ്ടെത്തുന്നത്. അപ്പോഴത്തേക്ക് അവരുടെ പോക്കറ്റ് എല്ലാം കാലിയായിട്ടുണ്ടാവും. പിന്നെ ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂജ ചെയ്യണമെങ്കിൽ കുറച്ച് പണം വേണം, ഉറപ്പാണ്. കാരണം ഇപ്പോൾ ഒരു മാന്ത്രികൻ അല്ലെങ്കിൽ ഒരു ഉപാസകൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും സാധനം മേടിക്കണമെങ്കിൽ നല്ലൊരു പൈസ വേണം. കാരണം ചെറിയ സാധനങ്ങളൊന്നും പോരാ. അപ്പോൾ ഗോരോചനം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ മെരുകുമ്പുഴു എന്നൊക്കെ പറയുന്ന ചില മരുന്നുകളൊക്കെ ഇതിന് വേണം. ഇന്ന് ആ മരുന്നുകൾ കിട്ടാനുള്ളത് തന്നെ വളരെ വില കൂടുതലാണ്. എന്നാൽ ആ കിട്ടുന്നത് ഒറിജിനലായി ആവില്ല, ആ ഒരവസ്ഥയിലേക്ക് വരാറുണ്ട്. ഓരോ രീതിക്കും ഓരോ രീതി തന്നെയാണ് ഓരോ കർമ്മങ്ങളും. അപ്പം ചെറിയ തോതിൽ മാറ്റി കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അതങ്ങനെ തന്നെ പറയും. പിന്നെ എന്നെ വിളിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന ആളുകളോട് പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട്. എന്നോട് കുറച്ച് ദിവസം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് സംസാരിക്കും. കുറച്ചൊരു ടൈമിൽ നിങ്ങളുടെ കാര്യങ്ങൾ എന്നോട് പറയാം. പറഞ്ഞിട്ട് ആ ഒരു അവസ്ഥയ്ക്ക് നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പൂജ ചെയ്യാം. അല്ലാതെ കുറേ കാര്യങ്ങൾ പൂജ ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾക്ക് എന്നെ പരീക്ഷിക്കാൻ വരുന്നവരോട് എനിക്ക് അത്രയും നല്ല സന്തോഷമേ ഉള്ളൂ. ഓടി വരാം. കാരണം പരീക്ഷിച്ച് അതിൽ സത്യം നേടിയിട്ട് അവർ പോവുകയാണെങ്കിൽ അത്രയും അവർക്ക് ഓക്കെയാണ്. ഒരുപാട് കുടുംബങ്ങൾ എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. കാരണം എൻ്റെ കുടുംബത്തിൽ ഉള്ള ആളുകളെക്കാൾ കൂടുതൽ എനിക്ക് പുറത്താണ് ആളുകൾ, എൻ്റെ കുടുംബക്കാരെ പോലെ തന്നെ. സ്വാമിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അമ്മയുടെ ആങ്ങളയുടെ വീട്ടിൽ അല്ലെങ്കിൽ മാമൻ്റെ വീട്ടിലേക്ക് പോകുന്ന രീതിയിൽ
വരുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അവിടെ. അവർ വരുന്നു എന്ന് പറയുമ്പോൾ അവർ പ്രശ്നം നോക്കാനാണ് വരുന്നതെങ്കിലും അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു മിഠായിയോ കാര്യങ്ങളോ ഞാൻ അവിടെ മാറ്റി വയ്ക്കാറുമുണ്ട്. കാരണം ആ കൊച്ചുങ്ങൾ വരുന്നതാണ്, അവർക്ക് അത്രയും എന്താ പറയുക താഴേക്കിടയിലുള്ള ഒരു ഫാമിലികളിലായിരിക്കും. എൻ്റെ അടുത്ത് വന്നത് അധികവും ഗതിയില്ലാത്ത ആളുകൾ അതിനെ തേടി വരാറുണ്ട്. കാരണം അങ്ങനെ വരുമ്പോഴേ അവർക്ക് അതിലൊരു മാറ്റം മനസ്സിലാവുള്ളൂ. കാരണം എല്ലായിടത്തും പോയി പല ആളുകളുടെ അടുത്തും പോയിട്ടുമൊക്കെ വന്ന ഇഷ്ടം പോലെ ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ തോന്നിയൊരു സംശയമാണ്, ഇപ്പം പല ദൈവജ്ഞന്മാരും തന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇതിനൊരു മാർഗമാക്കുന്നില്ലേ? അപ്പം അങ്ങനെയുള്ളവരും ദൈവത്തെ തന്നെയല്ലേ വിളിക്കുന്നത്? ആ ദൈവം എന്താ അപ്പോൾ ഇങ്ങനെയുള്ളവരെ ശിക്ഷിക്കാത്തത്? നമ്മുടെ പഴനി മുരുകൻ സ്വാമി ഉള്ള ഒരു സ്ഥലമാണ് അല്ലേ? അവിടെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഇറങ്ങുന്നത് മുതൽ നിങ്ങളെ പറ്റിക്കാൻ ആളവിടെ ഉണ്ട് അല്ലേ? അവർക്കൊന്നും എന്താ ദൈവം ശിക്ഷ കൊടുക്കാത്ത? ഇന്ന് ഏറ്റവും കൂടുതൽ കള്ളന്മാരുണ്ട് അവിടെ നാട്ടിൽ, അവരെയൊന്നും ദൈവം ശിക്ഷിക്കുന്നില്ലല്ലോ. ഓരോരുത്തർക്കും അവരവരുടെ യോഗം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എൻ്റെ മുന്നിൽ ഇരിക്കും എന്നുള്ളത് കുറച്ച് നേരം മുന്നേ വരെ നിങ്ങൾക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമല്ലായിരുന്നു. ഇതും അതേപോലൊരു വിധിയാണ് എന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞാനിന്ന് ഈ ഒരു അവസ്ഥയിൽ എത്തുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എൻ്റെ നാട്ടുകാരും പറയില്ല ഞാനിങ്ങനെ ഒരു അവസ്ഥയിലാവുന്നുള്ളത്. ഇന്ന് എനിക്ക് ബഹുമാനം കിട്ടുന്നുണ്ട്. ഞാൻ ചോദിക്കാതെ തന്നെ ആളുകൾ എൻ്റെ അടുത്ത് വന്നാൽ എന്താ മുന്നേ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. ഭയഭക്തി ബഹുമാനങ്ങൾ തന്നെ ഞാൻ കാണുന്നുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ്റെ പ്രായത്തിലുള്ള ആളുകളൊക്കെ എന്നെ കാണുമ്പോൾ എന്തേ മോനെ എന്ന് ചോദിച്ചാൽ ഒന്ന് നമുക്ക് ആ ഒരു ബഹുമാനം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. ആ ഒരു അവസ്ഥയിൽ നമ്മളോട് പെരുമാറുന്നുണ്ട്. എന്നാൽ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ. അത് പിന്നെ എന്താ പറയുക, ഞാൻ ഇന്ന് ഒരു കാറും കൊണ്ട് നടക്കുന്നു, എന്താ പറയുക, എവിടേക്ക് പോകുമ്പോഴും ഞാൻ ആ കാറും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു കാറും കൊണ്ട് നടക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം, കാരണം ഞാൻ അത്രയും മോശമായി നടന്നിട്ട് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് എങ്ങനെ സ്വാമി എന്നുള്ള ചോദ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ശരിയാണെങ്കിൽ അവനെ അംഗീകരിക്കാം എന്നവരെ വിചാരിക്കുന്നില്ല. അവർ പറയുന്നത് അവൻ മോശമാണ് തന്നെ, അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു കാര്യവുമില്ല. എന്നാൽ എൻ്റെ അടുത്ത് ആളുകൾ വരുന്നുണ്ട്. ഇന്നിപ്പം എനിക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിപ്പം ഒരു കാരണം കൊണ്ട് ഒരു ഓട്ടോ മേടിച്ചു. ഞാൻ എന്ന് ഓട്ടോ എടുത്തു കഴിഞ്ഞാലും ഓട്ടോയ്ക്ക് കംപ്ലൈൻ്റ് ആവും. അവസാനം സർവീസ് സെൻ്ററിൽ വിളിച്ച് ഞാൻ എന്നും ചീത്ത വിളിക്കാറ്. കാരണം ഓട്ടോ എടുത്ത് റോട്ടിലെത്തുമ്പോൾ ഓട്ടോ അവിടെ നിൽക്കും, പിന്നെ വണ്ടി ഓടില്ല. എന്നാൽ ഇന്ന് എൻ്റെ അനിയൻ അതും കൊണ്ട് നടന്നിട്ട് 1500-2000 രൂപ ഡെയിലി ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് അപ്പം ഞാൻ എൻ്റെ ഈ പ്രശ്നം ഞാൻ ആവുന്നത് നോക്കിയപ്പം നീ വേറെ ജോലിക്കൊന്നും പോകണ്ട എന്നുള്ള അവസ്ഥയാണ്. അത് എനിക്ക് ജോലിക്ക് പോകാൻ അറിയാം. ഞാൻ എന്താ പറയുക, തേപ്പ് പടവ് ചെയ്യുന്നൊരു മേസ്ത്രിയാണ്. പ്ലംബിങ്, വയറിങ്, ഇൻഡസ്ട്രിയൽ വർക്ക്, ഹെവി വെഹിക്കിൾ ഡ്രൈവറാണ്. പിന്നെ മിഗ് ആർക്ക് ഗ്യാസിൽ ഡിപ്ലോമ ചെയ്തൊരു മനുഷ്യനാണ്. പിന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സർവീസിൽ ഇക്കറിംഗ് നാഷണലായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ സ്പിന്നിങ് മില്ല്, തിരുവനന്തപുരം സ്പിന്നിങ് ആൻഡ് വീവിങ് മില്ലിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും എനിക്ക് ജോലി ചെയ്യാൻ പറ്റാതെ ഞാൻ ഇറങ്ങിപ്പോരേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നു. എന്നാൽ ഇന്ന് എനിക്ക് ജീവിക്കാനുള്ള എല്ലാ വരുമാനങ്ങളും കൊണ്ട് തരുന്നുണ്ട്. എന്നാൽ ഒരാളോട് പോലും ഇത്ര രൂപ ദക്ഷിണ എന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചിട്ടില്ല ഈ നേരം വരെ. കാരണം ഈ വീഡിയോ കാണുന്ന ആർക്കും അത് തിരിച്ചു ചോദിക്കാം. ഞാൻ അത്രയും വലിയൊരു വീഡിയോയിൽ വന്നിരുന്നിട്ട് ഇത്ര ധൈര്യത്ത് പറയണമെങ്കിൽ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണല്ലോ. ഇത്ര രൂപ ദക്ഷിണ എന്ന് ഞാൻ പറയാം. പക്ഷേ ചില ഹോമങ്ങൾക്ക് ഞാൻ പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോമം കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ദുരിതങ്ങൾ ഞാൻ ഏൽക്കേണ്ട ഒരു അവസ്ഥ വരും. അത് ഞാൻ പല സ്ഥലങ്ങളിലും കൊണ്ട് ഒഴിവാക്കണം. പല ക്ഷേത്ര ദർശനത്തിലൂടെയാണ് ആ അവസ്ഥ ഇല്ലാതെയാവുന്നത്. അപ്പോൾ അതിനു വേണ്ടി എനിക്ക് ചിലവുകളുണ്ട്. ഇപ്പം ഞാൻ കോഴിക്കോട് ബേപ്പൂരാണ്. എനിക്കൊരൊറ്റ ദിവസം ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, ചോറ്റാനിക്കര, ഇത്രയും 3 ക്ഷേത്രങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് കവർ ചെയ്യണം. അത് ചോറ്റാനിക്കരയിലെ രാത്രി ഗുരുതിയും കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് തിരിച്ചു പോകാൻ. ഞാൻ രാവിലെ കത്തിച്ച വിളക്ക് കെടുന്നതിൻ്റെ മുന്നേ ഞാൻ അവിടെ എത്തുകയും വേണം. എനിക്കൊരു വണ്ടി കൂടിയേ പറ്റൂ അല്ലേ? വണ്ടിക്ക് പെട്രോൾ അടിക്കണ്ടേ? എൻ്റെ ഭക്ഷണം, ചിലവുകൾ, ഇതൊക്കെ ഞാൻ നോക്കണ്ടേ? എൻ്റെ കൂടെ ഒരാൾ എന്ന് പറയുന്നത് വേണ്ടാന്ന് വിചാരിക്കാം. അത് മാത്രമേ എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ ചിലവുകളും എനിക്ക് നടക്കണം. അപ്പോൾ അതിന് ചിലവുണ്ട്. അപ്പം ഞാനതിന് പണം പറയണം. അല്ല, നമ്മളിപ്പം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ദക്ഷിണ വാങ്ങണം എന്നുള്ളത്, ദക്ഷിണ മേടിക്കണം, പക്ഷെ അത് ചോദിച്ച് മേടിക്കരുത് എന്നുള്ളൊരു അഭിപ്രായമാണ്.
നമുക്ക് പലരും എനിക്ക് 1 ലക്ഷം രൂപ ദക്ഷിണ എന്ന് തീർത്ത് പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് മേടിച്ചിട്ട് അവർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ ഇല്ലാണ്ടാണ്. കാരണം ഗതികെട്ടവനെ കാണുന്നത് അവനെ രക്ഷപ്പെടുത്തി കൊടുക്കുക. പിന്നെ ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഞാനിപ്പോൾ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി, നിങ്ങൾ പിന്നെ എന്നെ കണ്ടാൽ ഒന്ന് സലാം പറയ പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് അത് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ, ഞാൻ ആ ദക്ഷിണ മേടിക്കാം എന്നുള്ളൊരവസ്ഥയാണ്. പിന്നെ ഈ പൂജകളിൽ എല്ലാവരും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നിപ്പം 5000 രൂപയുടെ ഒരു ഇലക്ട്രോണിക് ഉൽപ്പന്നം മേടിച്ചു കഴിഞ്ഞാൽ 2 വർഷം ഗ്യാരണ്ടിയോ വാറണ്ടിയോ എന്തെങ്കിലുമൊക്കെ തരും. 50,000 1 ലക്ഷം രൂപ ചിലവാക്കുന്ന പൂജയ്ക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല, അല്ലേ? അപ്പോൾ ആ ഗ്യാരണ്ടി കൊടുക്കാനുള്ളൊരവസ്ഥയെങ്കിലും ഈ കർമ്മി ആരായാലും, കാരണം ഇന്ന പോലെ വരും, ഇന്ന പോലെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ട് ചെയ്യാതെ നിങ്ങളോട് ഞാനിപ്പോൾ പറയണം, എത്രയും ദിവസം നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട് എൻ്റെ കയ്യിലല്ല. ഒരു പൂജ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പൂജ കഴിഞ്ഞ പാടെ എനിക്കെല്ലാം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു ശത്രുദോഷമുണ്ട്, ഈ ശത്രുദോഷത്തിന് ഞാനൊരു കർമ്മം ചെയ്താൽ ശത്രുദോഷം മാറ്റി, അത് മാറ്റാൻ ഞാൻ ഉപയോഗിച്ചൊരു ദേവത ഉണ്ടാവും. ആ ദേവതയുടെ മുകളിൽ വേറെയും ദേവതകളുണ്ട്. അപ്പം നിങ്ങളുടെ ശത്രു അറിയാണ്, അവനിപ്പം രക്ഷപ്പെട്ടു പോയി, അവൻ ഇന്ന ദേവതയാണ് കാവൽ. അവൻ്റെ കർമ്മിയോട് പറയുന്നത് അവൻ ഇന്ന ദേവത കാവലുണ്ട്, അല്ലെങ്കിൽ കർമ്മിനോട് പറയണം അവർ രക്ഷപ്പെട്ടു പോയല്ലോ എന്ന് പറയുമ്പോൾ ഈ കർമ്മി നോക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ദേവത അയാൾക്ക് കാവലുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ആ ദേവതയെ എവിടെ ഇല്ലാതെയാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ദേവതയുടെ കണ്ണ് വെട്ടിച്ച് നിങ്ങളെങ്ങനെ ഉപദ്രവിക്കാം എന്നുള്ളത് ആ കർമ്മി കൂടി നോക്കും, അല്ലേ? ആ നോക്കുന്ന സമയത്ത് അടുത്ത പണി നിങ്ങൾക്ക് വരുമ്പോൾ ഈ ചെയ്ത പൂജ നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യില്ല. മനസ്സിലാണല്ലോ? അപ്പോൾ ആ കർമ്മീനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം അത് ഞാനിപ്പോൾ എന്നെ വിളിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നൊരു കാര്യം, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പൂജ ചെയ്ത് പോയിട്ട് നിങ്ങൾ എന്നെ വിളിക്കാതെയോ പറയാതെയോ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ വലിയൊരു ബുദ്ധിമുട്ട് വന്നിട്ട് നിങ്ങൾ എന്നെ വിളിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ചില കർമ്മങ്ങളൊന്നും ഞാൻ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരാൾക്ക് വേണ്ടി ചെയ്യില്ല. അത് നിങ്ങൾ എത്ര രൂപ തരാമെന്ന് പറഞ്ഞു ഞാൻ ചെയ്യില്ല. മനസ്സിലാവില്ല? കാരണം ചെയ്താൽ അത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും, അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കും ബുദ്ധിമുട്ട്. ഞാനത് ചെയ്യാതെ നിൽക്കുന്നതല്ലേ നല്ലത്. ഇപ്പം എനിക്കൊരു പേരുണ്ട്, ആ പേര് ഞാൻ ഇല്ലാതെയാക്കണ്ടല്ലോ. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.